വിദേശ സർവകലാശാലകൾ പെട്ടെന്ന് ഇപ്പോൾ ഇന്ത്യയിലേക്കൊക്കെ വരുമ്പോൾ നിലവിലുള്ള നമ്മുടെ സംവിധാനങ്ങളെ അത് ഒരു മോശമായിട്ടായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ തന്നെ വിദേശ സർവകലാശാല കൊണ്ട് വരുമ്പോൾ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷേ അത് നിലവിലുള്ള നമ്മുടെ സർവകലാശാല സംവിധാനത്തെ അത് എത്രമാത്രം ദോഷമായി ബാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒറ്റയടിക്ക് നമ്മുടെ സർവകലാശാലകളെ തകർക്കുന്നൊരു ഇടപാട് ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ ഭാവിയിലൊക്കെ വേണ്ടി വന്നേക്കും, പക്ഷെ അതിനൊക്കെ സമയം കൊടുത്തുകൊണ്ട് വേണം. വേറെ താല്പര്യങ്ങളൊന്നും ഇതിന് പിന്നിലുണ്ടാവാൻ പാടില്ല. മറ്റൊന്ന്, തങ്ങൾ ഈ ഗാന്ധിക്കോകരൻ ഗാന്ധി ഘാതകൻ ബഹുമാനിക്കപ്പെടുന്ന പ്രത്യേകിച്ച് NIT ഒരു അധ്യാപിക ഈ ഗോഡ്സെ പ്രകീർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല. ഇപ്പം അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷമാണത്. ഘാതകന്മാർ അവർ ഇവിടെ ബഹുമാനിക്കപ്പെടുകയും സൃഷ്ടികർത്താക്കൾ ചരിത്രത്തിൻ്റെ മറവിലേക്ക് പോവുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. അകൽച്ചയുടെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ ഒരു രാഷ്ട്രീയം അത് വിദ്യാഭ്യാസ മേഖലയിലേക്കും അതിപ്പോൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്ര വസ്തുതകൾ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ചരിത്രം എന്നുള്ളത് അതൊരുപാട് പൈതൃകങ്ങളുടെ ഒരു സമ്പത്താണ് ചരിത്രം എന്നുള്ളത്. അപ്പോൾ ആ പൈതൃകങ്ങളുടെ സമ്പത്ത് മാറ്റി ഐതിഹ്യങ്ങളെ ചരിത്രവൽക്കരിക്കുന്നു, സത്യസന്ധമാക്കുന്നു എന്നുള്ളൊരവസ്ഥ അത് ഇന്ത്യൻ വിദ്യാഭ്യാസ നിലവാരത്തെ തന്നെ അത് ദോഷമായിട്ട് ബാധിക്കും. വിദേശങ്ങളിലും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എഡ്യൂക്കേഷൻ റിസൾട്ടിനെയും അത് മോശമായിട്ട് ബാധിക്കും എന്നുകൂടി എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. NIT പോലത്തെ ഒരു സ്ഥാപനത്തിലെ അധ്യാപികയുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു കമന്റ് അത് എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അജണ്ടയുടെ ഭാഗമാണ്. അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് അധ്യാപക സമൂഹം തിരുത്തേണ്ടവരാണ്. തെറ്റിന് കൂട്ടു നിൽക്കേണ്ടവരല്ല അധ്യാപകന്മാർ. അവർ തെറ്റിനെ തിരുത്താൻ വിദ്യാർത്ഥികൾക്ക് ധൈര്യം കൊടുക്കേണ്ടവരാണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ തന്നെ ഇങ്ങനെയുള്ള പ്രതികരണമൊക്കെ ഉണ്ടാകുമ്പോൾ അത് നല്ല കാര്യമല്ല. ഞാൻ മുമ്പ് പറഞ്ഞ 3 സീറ്റിൽ ഇതിനെ ഒതുക്കുന്നതെന്നാണ്. ഈ 14-ാം തീയതി ലീഗിന് ശുഭകരമായ ഒരു വാർത്ത വരുമോ? 14-ാം തീയതി ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്. ഞങ്ങൾ ശക്തമായ ഒരു നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നോക്കും. അതെ, ഞങ്ങളുടെ ശക്തിയൊക്കെ ഞങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. അതനുസരിച്ചുള്ളൊരു ഇത് ഞങ്ങൾക്ക് വേണ്ടി വരും. UDF മനസ്സിലാക്കണം. കാസി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം 17-ാം തീയതി ചേരുന്നുണ്ട്. അതിൽ എല്ലാവരുടെയും ഒരു ഏകോപനം എന്നാണ്. കാരണം കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലായിട്ടുള്ള മഹല്ലുകളാണല്ലോ ഉള്ളത്. അപ്പോൾ അവരൊക്കെ ഒരു കൊടുക്കയിൽ കൊണ്ടുവന്നുകൊണ്ട് അവരോട് നേരിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ചെയ്യാം. കാസി ഒരു പ്രത്യേകമായിട്ടുള്ള ഭാവിയിൽ, കാരണം ഒരു മഹല്ലിലും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ തന്നെ പിന്നെ അവർക്കൊക്കെ അതിൻ്റെതായൊരു മാനദണ്ഡങ്ങൾ കൊടുത്തുകൊണ്ട്, മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. സമാന്തരമൊന്നുമല്ല, അതൊക്കെ എല്ലാവരും കൂട്ടായിട്ട് തന്നെ. ഞങ്ങളുടെയൊക്കെ കീഴിലുള്ള മഹല്ലാണ് സംസ്ഥയുടെ മഹലാണ്, അല്ല സംസ്ഥക്ക് പുറത്തുള്ള മഹലുകളൊന്നുമില്ല. പിന്നെ അത് അവിടെ ഒരു വ്യത്യാസം വരുന്നില്ലല്ലോ. ഇല്ലില്ല, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ അതൊക്കെ ആവശ്യമില്ലാത്ത ചില പ്രചാരണങ്ങളാണ്. ഒക്കെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ഉണ്ടല്ലോ, മനസ്സിലാക്കുന്നുണ്ടല്ലോ. അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്.